സംസ്ഥാന ബജറ്റ് ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ഉപയോഗിച്ച് കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ KCP ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ട് നവീകരണത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നടത്തി. PP സുമോദ് MLA പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ ഒരു മാനേജ്മെന്റ് സ്കൂളിൽ അങ്ങനെ ഗ്രൗണ്ട് അനുവദിക്കാറുണ്ട്. നമ്മുടെ മുന്നിൽ പ്രധാനമായും റോഡും പാലും കെട്ടിടങ്ങളും. എന്നാൽ ഇതിന്റെ ദീർഘകാല ലക്ഷ്യം കായിക പ്രതിഭകളെ വാർത്തെടുക്കുക എന്നതാണ്. കളിച്ചു വളരുക, പഠിച്ചു വളരുന്നതോടൊപ്പം തന്നെ കളിച്ചു വളരാൻ പ്രാപ്തമായ ഒരു വർത്തമാനകാല തലമുറയെ നമുക്ക് ഈ സ്കൂളിൽ നിന്ന് വാർത്തെടുക്കേണ്ടതുണ്ട്. നന്നായി ഫുട്ബോൾ കളിക്കുന്നു, നന്നായി വോളിബോൾ കളിക്കുന്നു, നന്നായി ഓടുന്ന, നന്നായി ചാടുന്നു, ഒരേ സമയം പാഠ്യപ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളിലുമെല്ലാം മികവ് തെളിയിക്കുന്ന കായിക പ്രതിഭകളെ നമുക്ക് കളിക്കളങ്ങളിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഒരു കാര്യം ശുഭകരമായി നിങ്ങളുടെ മുന്നിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം 957 മുതൽ ഒരുപാട് ഗവൺമെന്റുകൾ ഈ കേരളം ഭരിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ കായിക പ്രതിഭകൾക്ക് പ്രത്യേകിച്ച് സ്പോർട്സ് കോട്ടയിലൂടെ ജോലി കൊടുത്ത സർക്കാർ കഴിഞ്ഞ 9 വർഷക്കാലത്തെ സർക്കാർ. ചെറിയ കാര്യം, നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെയാണ് കുട്ടികൾ ഈ കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഓരോ പഞ്ചായത്തിലും കളിസ്ഥലമുണ്ടാക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഗ്രൗണ്ട് നവീകരണം നടത്തിയത്. PTA പ്രസിഡന്റ് N. സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു മുഖ്യാതിഥിയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജാരാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയകൃഷ്ണൻ, വാസുദേവൻ തിന്നിലാപുരം, കേശവദാസ്, T. വേലായുധൻ, ഇന്ദിരാ ഉദയകുമാർ, ജയകൃഷ്ണൻ, K. രജനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു.